തണ്ണിമത്തൻ കൃഷിയിലെ നമ്മുടെ ആശാന്, നമ്മുടെ സുഹൃത്ത് ഇബ്രാഹിയുടെ കൃഷിയിടത്തിലാണ് നമ്മളുള്ളത്. ഇബ്രാഹിം, തണ്ണിമത്തൻ കഴിഞ്ഞിട്ട് ഇപ്പൊ പയറ് കൃഷി വിളവെടുപ്പ് കഴിഞ്ഞ്, പിന്നെ അതിന് ശേഷം എന്തൊക്കെ ചെയ്ത്? അതിന് ശേഷം പയറ് ചെയ്ത്, വെണ്ട ചെയ്ത്, വെള്ളരി ഒക്കെ ഉണ്ടായിരുന്നു. ഷീറ്റൊക്കെ ഇട്ടിട്ട് തണ്ണിമത്തൻ ചെയ്യാട്ടെ. അപ്പൊ മഴ ഇങ്ങനെ പെയ്ത കാരണം തണ്ണിമത്തൻ എത്തിയില്ല. അപ്പൊ ഇവിടെ എന്ത് കൈപ്പട്ട് ഒരു വലിയ പ്രതീക്ഷ ഇല്ല, എന്നാലും നോക്കുക. ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്യണോ കയ്പ? കയ്പ ആദ്യമായിട്ട് ചെയ്യാം. ഇതിപ്പോ എത്ര ദിവസം പ്രായമായിട്ടുള്ള കയ്പാണ്? ഇതൊരു 20 ദിവസം പ്രായമായിട്ടുള്ളൂ. ഓ, എൻ്റെ ഈ പ്രവർത്തനം കാണുമ്പോൾ നമുക്കും ഭയങ്കര മോട്ടിവേഷൻ ആവും കേട്ടോ. കാരണം തണ്ണിമത്തൻ അന്ന് പറഞ്ഞത് ചെയ്ത്, അതിനുശേഷം എന്നോട് പയറും വെണ്ടയും ചെയ്യാൻ പറഞ്ഞ് ഞാനത് ചെയ്തില്ല. പക്ഷെ ഇജ്ജ് അത് ഹാർവെസ്റ്റ് ചെയ്യണം ഞാൻ കാണുകയും ചെയ്തു. എൻ്റെ കൂടുതൽ ചെയ്താൽ മതിയായിരുന്നു. നല്ല പയറുണ്ടായിരുന്നു. 20 ദിവസം പ്രായമായിട്ടുള്ള കയ്പല്ലേ? മാഷാ അല്ലാ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല ഹൈറ്റ് തന്നെ കേട്ടോ പന്തലിടുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴും നല്ല രസമായിട്ട് സുഖമായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാനും പറ്റും. വള്ളികളൊക്കെ ഇതാ കയറിക്കൊണ്ടിരിക്കുന്ന സംഭവം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഉപയോഗിച്ചുള്ള വിത്ത് ഏതാ? ഇത് ഹൈബ്രിഡ് വിത്താണ്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല റേറ്റ് വരുന്നുണ്ട്. നല്ല റേറ്റ്. പാക്കറ്റിന് 250 വിത്തിന് 750 റുപ്യൻ്റെ 750 രൂപയുടെ അടുത്ത് വരുന്നുണ്ടല്ലേ? ഹൈബ്രിഡ് വിത്തായിട്ടല്ലേ? 250 വിത്താണ് ഏകദേശം ഈ 10 സെന്റിന്റെ അടുത്ത സ്ഥലത്തായിട്ട് ചെയ്തിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഒക്കെ എത്ര വിട്ടിട്ടുള്ളത്? ഇവിടെ 2 ഹോള് വിട്ടിട്ടുള്ള ഗ്യാപ്പിലാണ് ഇട്ടത്. ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കർഷകൻ സുഹൃത്ത് അവിടെ പണിയിലാണ്. അപ്പോൾ നമ്മളിന്നിപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് കണ്ട കാഴ്ച നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. മഴ പെയ്തതുകൊണ്ട് തന്നെ ഇടയിലൊക്കെ നല്ല രീതിയിൽ കള പൊന്തിയിട്ടുണ്ട്. മൾട്ടി ഷീറ്റ് വിരിച്ചുകൊണ്ട് ഇതിൻ്റെ അടുത്തായിട്ട് കള പൊന്തിയിട്ടില്ല. പക്ഷേ ഇവിടെ ഷീറ്റ് കീറിയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ അവിടെയൊക്കെ കള പൊന്തിയിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ, മാഷാ അല്ലാ. ഇതിൻ്റെ തൊട്ട് പുറത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഒക്കെ വെണ്ട കേട്ടോ. വെണ്ടക്ക കൃഷി കൂടി ഇവിടെ ഉണ്ട്. ഈ കാണുന്ന ഏരിയയിലൊക്കെ വെണ്ടക്ക കൃഷിയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ തൈ അത്യാവശ്യം പൊന്തി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പാടാണ്, ഇവിടെയൊക്കെ വെള്ളമാവും. പക്ഷേ വെള്ളത്തിലും വെണ്ടക്ക ചെയ്താൽ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് അവൻ പറഞ്ഞത്. കാരണം ഇതിന് മുമ്പാവും വെണ്ടക്ക ഇതേപോലെ ചെയ്തിരുന്നു, അതിൽ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ കയ്പ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ രസമല്ല കാണാൻ തന്നെ.